വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കർണാടക സർക്കാരിൻ്റെ പ്രതിനിധികളും പങ്കെടുക്കും. വീട് വെച്ച് നൽകാൻ താൽപ്പര്യമറിയിച്ച സന്നദ്ധ സംഘടനകളും യോഗത്തിനെത്തുന്നുണ്ട്. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സഹായ വാഗ്ദാനം നൽകിയവരുടെ പ്രത്യേക യോഗമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ റവന്യൂ, തദ്ദേശം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വിവിധ വകുപ്പ് സെക്രട്ടറിമാരും വയനാട് ജില്ലാ കളക്ടറും യോഗത്തിൽ പങ്കെടുക്കും. 100 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കർണാടക സർക്കാരിന്റെ പ്രതിനിധികളും യോഗത്തിനെത്തും. ഒപ്പം വീട് വാഗ്ദാനം നൽകിയിട്ടുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും പ്രതിനിധികളും യോഗത്തിലുണ്ടാകും. പുറത്തുനിന്നുള്ള സഹായങ്ങൾ ടൗൺഷിപ്പ് പദ്ധതിയോട് ചേർത്ത് പ്രാവർത്തികമാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള ചർച്ചകളാകും യോഗത്തിലെ പ്രധാന അജണ്ട. നേരത്തെ വീട് വാഗ്ദാനം നൽകിയിട്ടും സംസ്ഥാന സർക്കാർ കർണാടകയ്ക്ക് മറുപടി നൽകാത്തത് വലിയ വിവാദമായിരുന്നു. വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് കർണാടക സർക്കാരിന് മറുപടി നൽകാൻ പോലും സംസ്ഥാനം തയ്യാറായത്. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ടൗൺഷിപ്പ് പദ്ധതിയോട് സഹകരിക്കാൻ കർണാടക തയ്യാറാകുമോ എന്നതാണ് പ്രധാന വിഷയം. സ്വന്തം നിലയിൽ ഭൂമി കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകാമെന്ന നിലപാട് കർണാടക സർക്കാർ സ്വീകരിച്ചാൽ അത് കല്ലുകടിയാകുമെന്നതിൽ തർക്കമില്ല. ജനം, തിരുവനന്തപുരം.